ടിപ്സ് ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്. ഇത് ആക്ച്വലി ഒരു സെക്കൻഡ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോയിങ് ദ ഫോമാറ്റ് അതുപോലെ കുറച്ചധികം ടിപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്രയർ പ്ലാനിങ് അത്യാവശ്യമാണ്. അതിനകത്ത് വരുന്നതാണ് നോയിങ് ദ വൊക്കാബുലറി ഓ ചൂസിങ് ദ വൊക്കാബുലറി. നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് ആദ്യം, പിന്നെ പറയേണ്ടത് പിന്നെ, അവസാനിപ്പിക്കേണ്ടത് എങ്ങനെ, ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഏതൊരു ക്വസ്റ്റിനെയും അറ്റൻഡ് ചെയ്യുന്നത്. സോ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ദ സെക്കൻഡ് വൺ, നോയിങ് ദ സക്സസ് ക്രൈറ്റീരിയ. എന്ന് വെച്ചാൽ ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെ 10 മാർക്സും സ്കോർ ചെയ്യാം എന്ന ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതാനാണെങ്കിൽ പ്രൊഫൈലിന്റെ ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോർഷൻസ് കറക്റ്റ് ആക്കിയെങ്കിൽ ഇത്ര മാർക്ക്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ എക്സാമിനർ നോക്കുന്നത്, ഈ ഒരു ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഓരോ ഫോമാറ്റ്സിനെയും കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. സോ ദിസ് ക്രൈറ്റീരിയ മാറ്റേഴ്സ്. നൗ ദ തേർഡ് വൺ ഇസ് എ സൂപ്പർ ബിഗിനിങ്. ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ഒരു സൂപ്പർ ബിഗിനിങ്, ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെക്കുറിച്ചൊരു നല്ല ഇംപ്രഷനാണ് ആ എക്സാമിനറിന് ആ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല സൂപ്പർ ബിഗിനിങ് ഉണ്ടാക്കാം? ഇവിടെ നിങ്ങൾക്ക് ചില പ്രോവേർബ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചില കോഡ്സ്, എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ കോഡ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് സ്പീച്ചസിലും അതുപോലെ എസ്സേസിലൊക്കെയാണ്. അപ്പോൾ ഒരു നല്ല എസ്സേ എങ്ങനെ നമ്മൾ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കോഡ്സിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രോവേർബ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രോവേർബ്സ് നമുക്കൊന്ന് നോക്കാം. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇസ് ദ പാസ്പോർട്ട് ടു ദ ഫ്യൂച്ചർ. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ which you can use to change the world. നെൽസൺ മണ്ടേലയുടെ കോട്ടാണ്. ഇത്തരത്തിലുള്ള പ്രോവേർബ്സിലൂടെ കോട്ട്സിലൂടെയൊക്കെ നമ്മുടെ ആൻസേഴ്സിനെ നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്.